മാതാമൃതാനന്ദമയി ദേവിക്ക് സംസ്ഥാന സർക്കാരിന്റെ ആദരം. ഐക്യരാഷ്ട്രസഭയിൽ മലയാളത്തിൽ പ്രസംഗിച്ചതിന്റെ രജത ജൂബിലി ആഘോഷവേളയിലാണ് സർക്കാർ ആദരവ് അർപ്പിച്ചത്. മലയാള ഭാഷയുടെ പ്രോത്സാഹനത്തിന് എല്ലാ മാതാപിതാക്കളും മക്കളെ പ്രചോദിപ്പിക്കണമെന്ന് അമ്മ സന്ദേശം നൽകി. മാതാ അമൃതാനന്ദമയി ദേവിയുടെ 72ാം ജന്മദിനാഘോഷങ്ങൾക്കായി അമൃതപുരി അണിഞ്ഞൊരുങ്ങുമ്പോഴാണ് ഐക്യരാഷ്ട്രസഭയിലെ മലയാള ഭാഷയിലുള്ള അമ്മയുടെ സ്നേഹശബ്ദത്തിന്റെ രജത ജൂബിലിയും ആഘോഷമാകുന്നത്. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ മാതാ അമൃതാനന്ദമയി ദേവിക്ക് സംസ്ഥാന സർക്കാരിന്റെ ആദരവർപ്പിച്ചു. മലയാള ഭാഷയുടെയും സംസ്കാരത്തിന്റെയും ശക്തി ലോകത്തിനു മുന്നിൽ തെളിയിക്കാൻ സ്നേഹനിധിയായ അമ്മയ്ക്ക് കഴിഞ്ഞുവെന്ന് അദ്ദേഹം പറഞ്ഞു. ജാതി മത ദേശഭേദമില്ലാതെ ഒരാലിംഗനം കൊണ്ട് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ആശ്വാസവും ധൈര്യവും പകർന്നു നൽകാൻ അമ്മയ്ക്ക് കഴിയുന്നു. നമ്മുടെ ഭാഷയും വിസ്മരിക്കുന്നവർക്കുള്ള ഏറ്റവും നല്ല സന്ദേശമാണ് അമ്മ ആദ്യമായി ലോകത്ത് മലയാളത്തിൽ നടത്തിയ പ്രസംഗം എന്ന് വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദരവിന് നന്ദി പറഞ്ഞ മാതാ അമൃതാനന്ദമയി ദേവി മലയാള ഭാഷയുടെ പ്രോത്സാഹനത്തിന് എല്ലാ മാതാപിതാക്കളും മക്കളെ പ്രചോദിപ്പിക്കണമെന്ന് സന്ദേശം നൽകി. വിശ്വത്തിൻ്റെതാണ് ഈ ഭാഷയ്ക്ക് രൂപവും ഭാവവും ഭംഗിയും അർത്ഥവും നൽകിയവരെ ഞാൻ നമിക്കുന്നു. നമ്മളെന്നും ഈ ഭാഷ ബോധം മറക്കാതെ ഉണർത്തിക്കൊണ്ടുവരാനും നിലനിർത്താനും എല്ലാ അച്ഛനമ്മമാരും മക്കൾക്ക് പ്രേരണ കൊടുക്കുന്നത് നന്നായിരിക്കും നമുക്ക് തോന്നുന്നു. നമസ്കാരം. അമ്മയെ കാണാൻ ഏറെ ആഗ്രഹമുണ്ടായിരുന്നതായും അത് ഇന്ന് സാധിച്ചതായും തൃക്കാക്കര MLA ഉമാ തോമസ് പറഞ്ഞു. അമ്മയെ കാണാൻ ഒരു ആഗ്രഹമുണ്ടെന്ന് ഞാൻ പറയുകയുണ്ടായി. എറണാകുളത്തെ ജഗ്ഗുസ്വാമിയോടാണ് ഞാൻ ഈ വിവരം ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളത്. എനിക്കൊന്ന് കാണണം അമ്മയെ, എനിക്കൊന്ന് കാണണം എന്നെനിക്കൊരു മോഹം ഉണ്ടായിട്ടുണ്ട്. എനിക്കൊന്ന് കാണണം എന്ന് കുറച്ച് നാളുകളായി ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ട്. അതിന്ന് ഇത്രയും ആളുകളുടെ സാന്നിധ്യത്തിൽ എനിക്ക് സാധിച്ചു എന്നുള്ളത് തന്നെ വലിയ സന്തോഷമുണ്ട്. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ KS രാധാകൃഷ്ണൻ, കരുനാഗപ്പള്ളി MLA CR മഹേഷ്, IG ലക്ഷ്മൺ ഗുഗ്ലോത്ത് IPS, കേരള ലോ അക്കാദമി ഡയറക്ടർ അഡ്വക്കേറ്റ് നാഗരാജ നാരായണൻ, നടൻ ദേവൻ, സ്വാമി അമൃത സ്വരൂപാനന്ദപുരി തുടങ്ങിയവർ പങ്കെടുത്തു. ജനം, കൊല്ലം.